നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. 23/2025 ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 11/3/2025 നടന്ന ഈ ചോദ്യപേപ്പറിലെ ആദ്യത്തെ 5 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഒരാൾ 3000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എത്ര? അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന സാധാരണ പലിശ നിരക്കിൻ്റെ ഫോർമുലയായ PRT/100. ഇവിടെ P പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 3000 രൂപ. ഇനി പലിശ നിരക്ക് 12%, 12 × 2 വർഷം /100 = 720 പലിശ. ഇൻട്രസ്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി 3000-ഉം ഈ 720 കൂടി കൂട്ടുക. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന തുകയെന്ന് പറയുന്നത് 3720 രൂപയായിരിക്കും. ഓപ്ഷൻ ഡി 3720. അടുത്ത ചോദ്യം: 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണെങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം. അപ്പോൾ ഉപരിതല വിസ്തീർണം എന്ന് പറയുമ്പോൾ 3πr1² 3πr2². 3π രണ്ടും ക്യാൻസൽ ആകുന്നു. r1² r2², ദാറ്റ് ഈസ് 1² 2² = 1:4. ഇതായിരിക്കും അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം 1:4. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം: SSLC പരീക്ഷയിൽ 11 കുട്ടികളുടെ മാർക്കുകൾ 38, 30, 25, 20, 24, 33, 27, 36, 32, 28, 24 ആയാൽ മാർക്കുകളുടെ മീഡിയൻ. അപ്പോൾ മീഡിയൻ കാണാൻ തന്നിരിക്കുന്ന വാല്യൂസിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. അതായത് ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ സോർട്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മിഡിലിൽ വരുന്ന മധ്യഭാഗത്ത് വരുന്ന വാല്യൂ ആയിരിക്കും ഇതിൻ്റെ മീഡിയൻ. നമുക്ക് സോർട്ട് ചെയ്യാം. ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ 20 എഴുതി 20നെ ക്യാൻസൽ ചെയ്തു. 20 എഴുതി. ഇനി അടുത്തത് 24 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം എഴുതി ക്യാൻസൽ ചെയ്തു രണ്ടും. അടുത്ത് 25. ഇനി അടുത്തത് 26 ഉണ്ടോ? ഇല്ല. 27 ഉണ്ട്. 27, 28, 29 ഇല്ല. 30 ഉണ്ട്. 30, 31 ഇല്ല. 32, ഇനി 33, 34 ഇല്ല. 35 ഇല്ല. 36, 38. എല്ലാ വാല്യൂസും എഴുതി 11 ആയോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇനി ഇതിൻ്റെ കൃത്യം മിഡിൽ 11 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 കഴിഞ്ഞ് ആറാമത്തെ സംഖ്യ 28 ആയിരിക്കും. 28ന് മുമ്പ് വലതുവശത്തും ഇടതുവശത്തുമായിട്ട് ഇപ്പോൾ 5 വാല്യൂസ് ഉണ്ട്. അപ്പോൾ 28 കൃത്യം ഇതിൻ്റെ മീഡിയനായിട്ട് വരുന്നത്. 2 ഭാഗത്തേക്കും ഈക്വലായിട്ട് 5 വാല്യൂസ് ഉണ്ട്. കൃത്യം ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന മീഡിയനാണിത്. ഓപ്ഷൻ സി 28 ഇതിൻ്റെ മീഡിയൻ. അടുത്ത ചോദ്യം: ഒരു ക്ലോക്കിൽ സമയം 8:20 PM കാണിക്കുന്നു എങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ അതിന് ഫോർമുല 30h - 11/2 m = 30 × 8 - 11/2 × 20. 240 മൈനസ് ഇവിടെ -110. 240 - 110 240 - 110 = 130 ഡിഗ്രി ആയിരിക്കും ഇവ 2 സൂചികൾക്കിടയിലുള്ള കോണളവ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം: 12 +
17 മൈനസ് 12 ബ്രാക്കറ്റിൽ ഇൻറ്റു 3 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ട്മാസ് റൂൾ ഉപയോഗിച്ച് നമുക്കിതിനെ സോൾവ് ചെയ്യാം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. 12 പ്ലസ് ആദ്യം 17 മൈനസ് 12 ബ്രാക്കറ്റിൽ 5 ഇൻറ്റു 3 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 8. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഡിവിഷൻ ചെയ്യാം. 12 പ്ലസ് ഒന്നുകൂടി എഴുതുന്നു. 12 പ്ലസ് 5 ഇൻറ്റു 3 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 8. ഈക്വൽ ടു 12 പ്ലസ് 5 ഇൻറ്റു 3 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് 9. ഇനി അടുത്ത സ്റ്റെപ്പിൽ 12 പ്ലസ് 5 ഇൻറ്റു 3 ചെയ്യുന്നു. 15 പ്ലസ് 9. 12 പ്ലസ് 15 27. 27 പ്ലസ് 9 36. 36 ഉത്തരം. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിലായിട്ട് സോൾവ് ചെയ്യുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്